ഹലോ അസ്സലാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം. അപ്പോൾ നമ്മൾ ഒരുപാട് വിഷമമുള്ളൊരു സാഹചര്യത്തിൽ കൂടെ ആണല്ലോ നമ്മുടെ നാട് കടന്നു പോകുന്നത്. അപ്പം എല്ലാം തന്നെ റബ്ബ് ശരിയാക്കി കൊടുക്കട്ടെ അല്ലേ. അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് ടിപ്പുകളുമായിട്ടാണ് കേട്ടോ. വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു 2-3 ടിപ്പുകളാണ് ഷെയർ ചെയ്യണത്. ഞാൻ ചെയ്തപ്പോൾ എനിക്ക് നല്ല റിസൾട്ട് കിട്ടി. അപ്പോൾ അത് വെച്ചിട്ട് ഞാനിത് ഷെയർ ആക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ ഒരു വലിയ ടേബിൾ സ്പൂൺ ഡിഷ് വാഷ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഏതാണെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതിലേക്ക് ഞാനൊരു ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ അതിലേക്ക് 1 ടീസ്പൂൺ 1 ടേബിൾ സ്പൂണോളം വിനാഗിരി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. സാധാരണ നമ്മൾ അച്ചാറിനൊക്കെ എടുക്കണ വിനാഗിരി ഇല്ലേ, സുർക്ക, അതാണ് കേട്ടോ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അതും കൂടി ഒഴിച്ച് കൊടുത്ത സമയത്ത് നന്നായിട്ട് തന്നെ ഒന്ന് പതഞ്ഞ് വരും. അപ്പോൾ നമ്മൾ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കണം കേട്ടോ. നല്ലൊരു ക്ലീനിങ് ആണ് ഈ ബേക്കിംഗ് സോഡയും അതുപോലെ തന്നെ വിനാഗിരിയും എല്ലാം കൂടി ചേരുമ്പോൾ നന്നായിട്ട് തന്നെ നമ്മൾ അഴുക്കുകളൊക്കെ പറ്റി പിടിച്ചിരിക്കുന്ന കരിമ്പനും അതുപോലെയുള്ള അഴുക്കുകളൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ പോയി കിട്ടും. പെട്ടെന്ന് തന്നെ നമുക്ക് കഴുകിയെടുക്കാൻ ഈസി ആയി കിട്ടും കേട്ടോ. ഒരുപാട് ഉരച്ച് ബുദ്ധിമുട്ടാതെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു ലിക്വിഡ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി ഇത് വെച്ചിട്ട് ഞാൻ ഫ്രിഡ്ജിൻ്റെ സൈഡിലുള്ള കരിമ്പനുണ്ടല്ലോ, അതാണ് കേട്ടോ ഇപ്പോൾ കളയണത്. നല്ലോണം തന്നെ കരിമ്പൻ വന്നിട്ടുണ്ട്. കുറേ ദിവസമായി ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യുമ്പോഴൊക്കെ ഇതൊന്ന് കഴുകണം വിചാരിക്കലുണ്ട്. അപ്പം ഇന്ന് ഞാൻ അതൊന്ന് കഴുകിയെടുക്കാൻ വേണ്ടി നിന്നത്. അപ്പോൾ മഴക്കാലമൊക്കെ ആണല്ലോ. അപ്പോൾ നന്നായിട്ട് തന്നെ നമ്മളൊരു പഴയ ബ്രഷ് നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അത് വെച്ചിട്ടാണ് കേട്ടോ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇത് ലിക്വിഡൊന്നും ആക്കി കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ലിക്വിഡൊന്നും ആക്കി കൊടുത്തിട്ട് ഒരു 10 മിനിറ്റൊക്കെ റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ഈസി ആയിട്ട് തന്നെ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാം ഒരു 2-3 ഒക്കെ ലെയറായിട്ടായിരിക്കുമല്ലോ ആ ഒരു ഇതുണ്ടായിരിക്കും ഫ്രിഡ്ജിൻ്റെ സൈഡിലുള്ള സംഭവം. എനിക്കെന്താ അത് പറയാമെന്നറിയില്ല, പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കോട്ടിങ്. അപ്പോൾ അത് 2-3 ലെയറിലൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ 2-3 തവണ ബ്രഷൊന്ന് ഈ ലിക്വിഡിൽ മുക്കിയിട്ട് നന്നായിട്ട് അതിൻ്റെ എല്ലാ ഭാഗത്തും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം. എല്ലാ ഭാഗത്തും ഒന്ന് തേച്ച് കൊടുക്കുക. തേച്ച് കൊടുത്തതിന് ശേഷം ഒരു 10 മിനിറ്റ് നമ്മളൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ച് കൊടുത്തിട്ട് ഈ ബ്രഷ് വെച്ചിട്ട് തന്നെ നമുക്കൊന്ന് ഉരച്ച് കൊടുത്താൽ മതിയിട്ട് എല്ലാ ഭാഗത്തും. അതുപോലെ തന്നെ നല്ല ഗ്യാപ്പ് ബ്രഷ് ഈ കൊള്ളാത്ത ഗ്യാപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ ബഡ്സ് വെച്ചിട്ടും നമുക്ക് അതൊന്ന് ക്ലീൻ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. ആദ്യം ഈ ലിക്വിഡ് ആക്കിയതിന് ശേഷം അപ്പോൾ ഞാൻ ഈ ബ്രഷ് വെച്ചിട്ട് തന്നെ എല്ലാ ഭാഗവും നന്നായിട്ട് ക്ലീൻ ആക്കി എടുക്കുന്നത്. അടിപൊളിയായിട്ട് ക്ലീനായി കിട്ടും കേട്ടോ. അപ്പോൾ ഉരച്ച് വെച്ച സമയത്താണ് കേട്ടോ അപ്പോൾ അതുപോലെ കുറച്ച് ക്ലീൻ ആയിട്ടുള്ളത്. ഇനിയിപ്പോൾ ബ്രഷ് വെച്ചിട്ടൊന്ന് നന്നായി ഒന്ന് എല്ലാ ഭാഗത്തും ഒന്ന് ഉരച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ലോണം വൃത്തിയായി കിട്ടും കേട്ടോ. സൂപ്പറായിട്ട് വൃത്തിയായി കിട്ടും. പെട്ടെന്ന് നമുക്ക് കാര്യങ്ങൾ നടക്കും കേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത്. അടിപൊളിയാണ്. ഇപ്പോൾ ഞാൻ അപ്ലൈ ചെയ്ത ഭാഗത്ത് മാത്രം നല്ല കളറായി വന്നിട്ടുണ്ട്. ബാക്കിയുള്ള ഭാഗത്തൊക്കെ ഇപ്പോഴും ഉണ്ട് കേട്ടോ. ഞാൻ വീഡിയോക്ക് വേണ്ടിയിട്ട് ഒരു ഭാഗത്ത് മാത്രമാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. സൂപ്പറായിട്ട് തന്നെ ഫ്രിഡ്ജിൻ്റെ ഈ സൈഡിലെ കരിമ്പം പോയി കിട്ടും കേട്ടോ. ഫ്രിഡ്ജ് പുത്തനായി കിട്ടും. അപ്പോൾ ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണം. നനഞ്ഞ തുണി വെച്ചിട്ട് ആദ്യം ഒന്ന് തുടച്ചെടുക്കുക. അതിനുശേഷം നല്ല ഉണങ്ങിയ തുണി വെച്ചിട്ട് ഒന്നുകൂടി തുടച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫ്രിഡ്ജ് പുത്തനായി കിട്ടും. അപ്പോൾ നല്ലൊരു ലിക്വിഡ് നല്ലൊരു ക്ലീനിങ്ങുമാണ് കേട്ടോ ഇത്. എനിക്കിഷ്ടമായി. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായം താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ. നല്ല അടിപൊളി ഒരു ക്ലീനിങ് ഏജൻ്റ് ആണല്ലോ നമ്മുടെ ബേക്കിംഗ് സോഡ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ലിക്വിഡ് വെച്ചിട്ട് നമുക്ക് ചുമരിൽ ചെറിയ കുട്ടികളൊക്കെ ഉള്ള വീട്ടിലാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചിത്രങ്ങളൊക്കെ വരച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇവിടുത്തെ ആൾ ചെയ്തതാണ് കേട്ടോ ഈ ഒരു കടലാസ് പെൻസിൽ വെച്ചിട്ടുള്ള ഈ ഒരു ചിത്രം വരയ്ക്കൽ കുറച്ച്. അപ്പോൾ ഇപ്രാവശ്യം സ്കൂളിലൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ അവനൊന്ന് ചുമരിലൊന്ന് ചെയ്തതാണ്. അപ്പോൾ ഈസി ആയിട്ട് നമുക്കത് കളയാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. ഞാനിപ്പോൾ ചെയ്തത് ആ ബ്രഷ് വെച്ചിട്ട് തന്നെ ഒന്ന് ഉരച്ച് കൊടുത്തിട്ടേ ഉള്ളൂ. പെട്ടെന്ന് പോയി കിട്ടും കേട്ടോ. പിന്നെ തുണി വെച്ചിട്ട് ഇതുപോലെ തുടച്ചാൽ മാത്രം മതി. നമുക്കൊരു ബുദ്ധിമുട്ടുമില്ല. കാണുമ്പോൾ ഒരു വൃത്തികേടായിരിക്കും. നമ്മൾ കുട്ടികളോടത്ത് കുറേ ചീത്തയൊക്കെ പറഞ്ഞാലും പക്ഷേ കളയാൻ വേണ്ടിയിട്ട് ഒരുപാട് ബുദ്ധിമുട്ടില്ല കേട്ടോ. അപ്പോൾ ചുമരിനും ഒരു പോറലും വരില്ല കേട്ടോ. നമ്മൾ ഈ പല്ലേക്കണ ടൂത്ത് ബ്രഷ് കൊണ്ടല്ലേ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഒരു പോറലൊന്നും വരാതെ ക്ലീനായി കിട്ടും. ഇനിയിപ്പോൾ ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്, ചെറിയൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ തന്നെയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഇനി അതിലേക്ക് നമ്മൾ ഉപയോഗിക്കണ പൗഡർ ഡേറ്റ് കഴിഞ്ഞതായാലും കുഴപ്പമില്ല. ഇനിയിപ്പോൾ നല്ലതാണെന്നുണ്ടെങ്കിലും അത് 1 ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ അതൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. നല്ലൊരു സ്മെല്ലുള്ളൊരു പൗഡറും കൂടി ആണെങ്കിൽ നല്ലതാണ് കേട്ടോ. നല്ലോണം തന്നെ സ്മെല്ലും വരുമല്ലോ. അപ്പോൾ രണ്ടും കൂടി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി എടുക്കണം. വെറുതെ ഒരു
സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് മിക്സാക്കി എടുത്താൽ മതി. വെള്ളമൊന്നും ഒട്ടും ഇല്ലാത്തൊരു പാത്രത്തിൽ വേണം കേട്ടോ നമ്മളിത് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ അതൊന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം നമ്മൾ എന്തെങ്കിലും ഒരു പാത്രം നമ്മുടെ അടുത്ത് എന്താണോ ഉള്ളത്, ഗ്ലാസ്സോ അതല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും ബോട്ടിലോ വല്ല എന്താണെന്നുണ്ടെന്നുണ്ടെങ്കിലും അതിലേക്ക് നമുക്കിതൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഒരു ഗ്ലാസ്സാണ് കേട്ടോ. ഒരു ചെറിയൊരു ഗ്ലാസ്സിലേക്കാണ് ഇപ്പോൾ ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതിന് ശേഷം നമ്മൾ ഇതിൻ്റെ മുകളിൽ ഒരു ചെറിയൊരു കോട്ടൻ്റെ തുണി വെച്ച് കെട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. ഞാനിപ്പോൾ ഒരു ഷോളിൻ്റെ ഒരു കഷ്ണമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ കുറച്ച് കോട്ടൺ ആകുമ്പോൾ കുറച്ചിങ്ങനെ ഒന്ന് പൊടി പുറത്തേക്ക് വരാൻ കുറച്ച് നല്ലതാണ് കേട്ടോ. അതുകൊണ്ടാണ് അങ്ങനെ എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ കോട്ടൻ്റെ തുണിയൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു പ്ലാസ്റ്റിക് കവർ വെച്ചിട്ട് അതിന് ചെറിയ ഹോൾസ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇതുപോലെ ഇങ്ങനെ കൊട്ടുമ്പോൾ കുറച്ചായിട്ട് വരുന്ന രീതിയിലുള്ള ഒരു കോട്ടൻ്റെ തുണിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നല്ലതാട്ടോ ഈ തുണി വെച്ച് കെട്ടിയപ്പോൾ. ഇനിയിപ്പോൾ നമ്മുടെ വീട്ടിൽ മഴക്കാലം ആയതുകൊണ്ട് തന്നെ കുട്ടികളൊക്കെ ഉള്ള വീട്ടിലാണെങ്കിൽ ഇനിയിപ്പോൾ മൂത്രം ഒഴിച്ചിട്ടുണ്ടെങ്കിലും അല്ല ചായ കളഞ്ഞിട്ടുണ്ടെങ്കിലോ അതല്ല ഇനിയിപ്പോൾ വെറുതെ നനവോട് കൂടിയിട്ടൊക്കെ നമ്മുടെ സോഫ സെറ്റിലും നമ്മൾ സിറ്റ് ഔട്ടിലിട്ടതാണെങ്കിലും ഹാളിലിട്ടതാണെങ്കിലും എവിടെയാണെന്നുണ്ടെങ്കിൽ അതിനൊക്കെ ഒരു സ്മെല്ലും ഒരു പൂപ്പലൊക്കെ ഉണ്ടായിരിക്കുമല്ലോ, ഒരു മണം. അപ്പോൾ അതൊക്കെ പോയി കിട്ടാൻ വേണ്ടിയിട്ട് ഈ പൗഡറും ഈ ഒരു ബേക്കിംഗ് സോഡയും കൂടിയുള്ള ഈ മിക്സ് വെറുതെ ഇതുപോലെ ഒന്നിങ്ങനെ എല്ലാ ഭാഗത്തൊന്നും ആക്കി കൊടുക്കുക കേട്ടോ. ആക്കി കൊടുത്തതിന് ശേഷം നമ്മുടെ അടുത്ത് ബ്രഷ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ബ്രഷ് വെച്ചിട്ടൊന്ന് തട്ടി കൊടുക്കുക ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട്. അപ്പോൾ നന്നായിട്ട് നല്ലൊരു മണവും കിട്ടും. അതുപോലെ തന്നെ എല്ലാ ബാഡ് സ്മെല്ലും ഈ ബേക്കിംഗ് സോഡ വലിച്ചെടുക്കും കേട്ടോ. പൗഡറിൻ്റെ ഒരു നല്ല സ്മെല്ലും ഉണ്ടായിരിക്കും. മാത്രമല്ല നനവൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും ബേക്കിംഗ് സോഡയും പൗഡറൊക്കെ വലിച്ചെടുക്കും. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ബ്രഷ് ഇല്ലാത്തതുകൊണ്ട് ഞാനൊരു തുണി വെച്ചിട്ട് തുടച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. ബ്രഷ് ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ലതാട്ടോ. കൊട്ടി കൊടുക്കുമ്പോൾ നല്ല വൃത്തിയായി കിട്ടും. നല്ല പുത്തൻ പോലെ ആയി കിട്ടും കേട്ടോ നമ്മുടെ സോഫ സെറ്റ്. അല്ലെ പൊടികളൊക്കെ ഇതോട് കൂടിയിട്ടുള്ള അഴുക്കുകളൊക്കെ ഇതിനോട് കൂടി ബേക്കിംഗ് സോഡയുടെ കൂടെ തിരിച്ച് ഇങ്ങോട്ട് പോരും. അപ്പോൾ അങ്ങനെ തന്നെ പുത്തനായി കിട്ടും. മാത്രമല്ല നല്ലൊരു സ്മെല്ലും കിട്ടും. അടിപൊളിയാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. ഇത് നമുക്ക് ബെഡിലും ചെയ്യാം, അതുപോലെ തന്നെ കുട്ടികളുടെ ബാഗിൽ ചെയ്യാം, അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളിലും ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ വണ്ടിയുടെ ഉള്ളിലൊക്കെ ചെയ്യാം കേട്ടോ. കാറിൻ്റെ ഉള്ളിലെ സീറ്റിലൊക്കെ നമുക്ക് ഇതുപോലെ ചെയ്യാം. ബാഡ് സ്മെല്ലൊക്കെ പോയി കിട്ടും. നല്ലൊരു സ്മെല്ലായിരിക്കും കേട്ടോ. അപ്പോൾ ചെയ്ത് നോക്കണേ. ഇനിയിപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് പഴയ ഗുളിക ഉണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ ആ ഗുളിക വെറുതെ കളയണ്ട കേട്ടോ. പഴയ ഗുളിക നമ്മൾ കഴിക്കാത്തത് ഡേറ്റ് കഴിഞ്ഞ ഗുളികകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് അടിപൊളിയായിട്ട് തന്നെ ഒരു ടിപ്പ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒന്ന് പൊടിച്ചെടുക്കേണ്ടത്. കടലാസിൽ വെച്ച് പൊടിച്ചെടുത്താൽ മതി കേട്ടോ. ഇതിൻ്റെ കൂടെ കുറച്ച് കർപ്പൂരം ഉണ്ടെന്നുണ്ടെങ്കിൽ സൂപ്പറായിരിക്കും കേട്ടോ. അപ്പോൾ ഇവിടുത്തെ കർപ്പൂരം കഴിഞ്ഞതാണ്. ഞാനിതിൻ്റെ മുമ്പ് കുറച്ച് ഗുളിക ഉണ്ടായിരുന്നു. അപ്പോൾ അത് എടുത്തിട്ട് കർപ്പൂരം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. പൊടിച്ചെടുത്തിട്ട് നമ്മൾ ചെറിയൊരു ബോട്ടിലാക്കിയിട്ട് വെച്ചതിന് ശേഷം നമുക്ക് രാത്രി കാലങ്ങളിലൊക്കെ നമ്മൾ പാത്രം കഴുകലെല്ലാം കഴിഞ്ഞിട്ടൊക്കെ അടുക്കളയിൽ നിന്ന് പോകുന്ന സമയത്ത് പാറ്റ പല്ലി അങ്ങനെയൊക്കെ ഉണ്ടാകുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ സംഭവങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഗ്യാസ് സ്റ്റോപ്പിൻ്റെ ചോട്ടിൽ അതുപോലെ തന്നെ സിങ്കിലൊക്കെ നമുക്കിത് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഞാനിപ്പോൾ ഒരു സ്മെല്ലിന് വേണ്ടിയിട്ട് കുറച്ച് പൗഡറിനെയാണ് ഇട്ട് കൊടുക്കുന്നത്. കർപ്പൂരം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ബെറ്റർ ആയിരിക്കും. അങ്ങനെ നമ്മൾ പൊടിച്ചൊരു ബോട്ടിലാക്കി വെച്ചിട്ട് നമുക്ക് ഗ്യാസ് സ്റ്റോപ്പിൻ്റെ ചോട്ടിലും അതുപോലെ തന്നെ സിങ്കിലൊക്കെ ദിവസം രാത്രി ഒത്തിരി കുടഞ്ഞു കൊടുക്കുക കേട്ടോ. ബോട്ടിലിന് അടപ്പിന് ഒരു ചെറിയൊരു ഹോൾസ് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുടഞ്ഞെടുക്കാനും കുറച്ച് ഈസി ആയിരിക്കും. അങ്ങനെ നമുക്ക് സിങ്കിൽ കുടഞ്ഞു കൊടുക്കുക, അതുപോലെ തന്നെ വാഷ് ബേസിൽ ചെയ്യുക, എല്ലാ ഭാഗത്തും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അടുക്കളയുടെ തന്നെ ഈ വാതിലിൻ്റെ കരികിലൊക്കെ ഉറുമ്പ് വരാതിരിക്കാനും കൂടി ഇത് നല്ലതാണ് കേട്ടോ. അപ്പോൾ കുട്ടികളൊക്കെ ഇല്ലാത്ത ഭാഗങ്ങളിലൊക്കെ നമുക്കിത് യൂസാക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ എല്ലാ ടിപ്പുകളും തന്നെ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് ഇനിയും പുതിയ വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ബായ്.